നമസ്കാരം. ഒരു ചരിത്രപുരുഷനായി നാം ഏവരും ആദരിക്കുന്ന ഉത്രാടം തിരുനാൾ തിരുമനസ് വ്യത്യസ്തമായ ഒരു പരിവേഷത്തിലാണ് നമുക്കൊപ്പം ഉള്ളത്. ലോകത്തിലെ ആദ്യത്തെ ചാരിറ്റി പ്രസ്ഥാനങ്ങളിലൊന്നായ ഫ്രീ മേസണറിയുടെ ആചാര വേഷത്തിലാണ് അദ്ദേഹം നമുക്കൊപ്പം ഉള്ളത്. എന്താണ് ഫ്രീ മേസണറി, അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, രാജകുടുംബവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് അദ്ദേഹം നമുക്ക് വിവരിച്ചു തരും. കൂടുതൽ വിശേഷങ്ങൾ, അതായത് വിശദാംശങ്ങളെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ സൗത്ത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന രത്നരാജ് സുശീൽ രാജ് നമുക്കൊപ്പം ഉണ്ട്. വിശിഷ്ട വ്യക്തികൾക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഫ്രീ മേസണറി, മേസൺ എന്ന് പറയുന്നത് കല്ലാശാരി എന്നല്ലേ അർത്ഥം വരുന്നത്? പക്ഷേ അതിനകത്ത് ഉള്ള അംഗങ്ങളൊക്കെ വളരെ പ്രഭുക്കന്മാര്, സമൂഹത്തിലെ ഉയർന്ന വ്യക്തികള് എല്ലാവരുമാണ്. അതിന്റെ അസോസിയേഷൻ എങ്ങനെ വന്നു? ഈ പ്രമുഖ വ്യക്തികൾ, എന്താണ് ആ പ്രസ്ഥാനത്തിന്റെ തുടക്കം, രാജകുടുംബം എങ്ങനെയാണെന്നുള്ളതെന്ന് തിരുമനസ്. വലിയ ആൾ ഉള്ളപ്പോൾ ചെറിയ ആൾ ഉത്തരം പറയാൻ പാടില്ല. അദ്ദേഹം ഉള്ളപ്പോൾ ഞാനാണോ പറയേണ്ടത്? അദ്ദേഹമാണ് പറയേണ്ടത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന്റെ ഒരു അർത്ഥം അതാണ്. അതുകൊണ്ട് ഇതിന്റെ ഒരു ചരിത്രം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഹൈനസ് പറയുന്ന മുമ്പ് ഞാൻ അതിന്റെ ഒരു ചെറിയ ഇൻട്രഡക്ഷൻ ആയിട്ട് തരാനുള്ളത്, ഇപ്പൊ ഞാൻ ഈ സൗത്ത് ഇന്ത്യ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോഴത്തെ റീജിയണൽ ഗ്രാൻഡ് മാസ്റ്ററാണ്. സദേൺ ഇന്ത്യ ഞങ്ങൾക്ക് 6 സ്റ്റേറ്റ്സിന്റെ ഞങ്ങളുടെ എൻ്റെ ചീഫായിട്ടാണ്. ഇപ്പോൾ ഫ്രീ മേസണറിയിൽ ഈച്ച് ചെറിയ ഇൻഡിവിജ്വൽ ഇത് ക്ലബ്ബ് എന്ന് പറയുന്ന ലോഡ്ജ് എന്ന് പറയും. ലോഡ്ജ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ആലോചിക്കുന്ന ഈ മേസൺസ് പോയി ഒരു സ്ഥലത്ത് തങ്ങി അവിടെ ഇരുന്ന് കൺസ്ട്രക്ഷൻ കഴിഞ്ഞു, അങ്ങനെ ആ ഒരു കോൺസെപ്റ്റിലാണ് പഴയ കാലത്ത് ലോഡ്ജ് എന്ന് പറയുന്നത്. ഇപ്പോഴ് ഞങ്ങളുടെ മീറ്റിംഗ് പ്ലേസ് ലോഡ്ജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ 130 ലോഡ്ജ് സൗത്ത് ഇന്ത്യയിലുണ്ട്. പിന്നെ ഞങ്ങളെ നേരത്തെ ഇപ്പോൾ ഒരുവിധം ഞങ്ങളെ എല്ലാവരും അറിഞ്ഞു, സോഷ്യൽ ലൈനിൽ ഒരുപാട് ഡൗൺ ട്രോഡനെ സഹായിക്കുന്നുണ്ട്. ചാരിറ്റി ഇന്ന് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെയാണ്. ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചാരിറ്റി വെളിയിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്തുള്ള ചാരിറ്റി അല്ല ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ പ്രമുഖർ എന്തിന് ഇതിലിരിക്കണമെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ഞങ്ങൾക്ക് വളരെ സഹായങ്ങളുണ്ട്. ഹൈനസ് പറഞ്ഞ പോലെ സാധാ ആൾക്കാരും ഇതിലുണ്ട്, വലിയ ആൾക്കാരും ഉണ്ട്, ചെറിയ ആൾക്കാരും ഉണ്ട്. പക്ഷേ വലിയ ആൾക്കാരുടെ സപ്പോർട്ടും ഉണ്ട്. പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒരുപാട് പ്രോജക്ട്സും ചാരിറ്റി, ഇപ്പം ഈയിടയ്ക്കുള്ള ഏറ്റവും കേരളത്തിൽ നമുക്ക് വിശേഷമായിട്ട് പറയാനുള്ളത് വയനാട്ടിൽ ഒരു വില്ലേജ് എന്ന് വെച്ചാൽ ഒരു ഗ്രാമത്തിൽ ഇത്ര കാലം വരെ കേരളത്തിൽ ഇലക്ട്രിസിറ്റി ഇല്ല. കേരളം നിങ്ങൾക്ക് അറിയാം, ഇലക്ട്രിസിറ്റി കൊണ്ട് അറിയുന്നത് നമുക്ക് വലിയ പ്രോബ്ലം ഇല്ലാത്ത സ്ഥലമാണ്. അത് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയതുകൊണ്ട് എല്ലായിടത്തും ഇലക്ട്രിസിറ്റി ഉണ്ട്. പക്ഷേ വയനാട്ടിൽ ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു സ്ഥലം, ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ഒരു വില്ലേജിൽ ഞങ്ങൾ ഇപ്പോൾ അത് 100ാമത്തെ വില്ലേജായിരുന്നു ഇന്ത്യയിൽ ഞങ്ങൾ ഇലക്ട്രിഫൈ ചെയ്ത്. ഇങ്ങനെ പല പ്രോജക്ട്സും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഈ ഇന്ത്യയിൽ ഗ്രാൻഡ് ലോഡ്ജ് ഓഫ് ഇന്ത്യ വന്നിട്ട് 50 കൊല്ലമായുള്ളൂ. ഇത് ആ കാലത്ത് ബ്രിട്ടീഷുകാരും അതിനു മുമ്പ് ഉള്ള ഫോറിൻ ഇൻവേഡേഴ്സ് ശരിക്കും കൊണ്ടുവന്നതെന്ന് പറയാം. പക്ഷേ ഞങ്ങളെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് ഇതുപോലെ മഹാരാജാക്കളാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ടേമിൽ തന്നെ പറയാം, മൊണാർക്സ് ദെംസെൽസ് ഹാവ് ബീൻ പ്രൊമോട്ടേഴ്സ് ഓഫ് ദി ആർട്ട്. അപ്പോൾ ഞങ്ങളെപ്പോലെ ഈ ജനറേഷനിലുള്ളവർ ഞങ്ങൾ ഈ മഹാരാജാക്കളുടെ റൂൾസ് കണ്ടിട്ടില്ല. ഞങ്ങളൊക്കെ അതിന് ശേഷം ജനിച്ചവരാണ്. പക്ഷേ ഇവർ ഈ നല്ല ഒരു സംഘടനയെ ആ കാലത്ത് ഇന്ന് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും മറ്റ് ഫോറിൻ റൂളേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കൊണ്ട് തന്നവർ ഇവരാണ്. ശരിക്കും ഇവർ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ ഈ നാട്ടിൽ ഇത് വളരത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷ ഞങ്ങൾക്കുണ്ട്. ഹൈനസ് ഇന്ന് അറിയാൻ ഇത് അദ്ദേഹത്തിൻ്റെ ആൻസിസ്റ്റേഴ്സിൽ മെമ്പേഴ്സായിരുന്നു. അതുമാത്രമല്ല നമ്മൾ വളരെ ഒരു റിനൗണ്ട് ഞങ്ങളുടെ മേസനാണ്, ഞങ്ങളുടെ മെമ്പറാണ്. ഞങ്ങൾക്ക് വലിയൊരു പറയാനായിട്ടുള്ള ഒരു ഞങ്ങളുടെ പ്രൈഡ് ഓഫ് ദി ഗ്രാൻഡ് ലോഡ്ജ് ഓഫ് ഇന്ത്യ തന്നെയാണ് ഇതുപോലെ മഹാരാജ ഞങ്ങൾക്ക് മെമ്പറായിട്ടിരിക്കുന്നത്. പല സ്ഥലത്തും ഞാൻ നൈസാം മെമ്പറായിട്ടുണ്ട്, ഈ മൈസൂരിൽ വോഡയാർ മെമ്പറാണ്, വിജയനഗരത്തിൽ ഇങ്ങനെ പല സ്ഥലത്തും ഈ റൂളേഴ്സ് പ്രൊമോട്ട് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഫ്രീ മേസണറി. അപ്പോൾ ഞങ്ങൾക്കും നിങ്ങളെപ്പോലെ തന്നെ വളരെ ആകാംക്ഷയാണ് ഹൈനസിനെ അറിയാനായിട്ടും. ഗ്രാൻഡ് ലോഡ്ജ് ഫോം ചെയ്തപ്പോൾ ആദ്യത്തെ ഗ്രാൻഡ് മാസ്റ്റർ നവാബ് റാംപൂറായിരുന്നു. കറക്റ്റ്. ചാരിറ്റിക്ക് ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്ത കുടുംബമാണ്, പാരമ്പര്യമാണ് എനിക്കുള്ളത്. പക്ഷെ ഒരു ചാരിറ്റി ഓർഗനൈസേഷനിൽ അകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നത് വളരെ കൗതുകപരമായിട്ട് തോന്നുന്നു. അങ്ങ് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു മെമ്പറാണ് എന്നാണ് ഞാൻ. അത് മാത്രമല്ല, പാരമ്പര്യം എന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ 1891 600 നാട്ടുരാജ്യങ്ങളുള്ളതിൽ തിരുവിതാംകൂറിന് മാത്രമേ ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. ആദ്യം പഠിച്ച് BA പാസ്സായത് ഇവിടുത്തെ ഒരു തമ്പുരാനാണ്. മൂലനിർത്താൽ മഹാരാജാവിൻ്റെ 4ാമത്തെ മരുമകൻ ഹിസ് ഹൈനസ് പ്രിൻസ് അശോക് തിരുനാൾ, 4th പ്രിൻസ് ഓഫ് ട്രാവൻകോർ ആണ് അദ്ദേഹം ആയത്. അദ്ദേഹം ഒരു മേസനായിരുന്നു.
ഇവിടെ തിരുവനന്തപുരത്ത് ഒരു ലോഡ്ജുണ്ട്, മിൻറ്റിൻ ലോഡ്ജ്. അതിലൊരു മെമ്പറായിരുന്നു. അതിൻ്റെ ഫോട്ടോ ലോഡ്ജിലുമുണ്ട്, എൻ്റെ കയ്യിലുമുണ്ട്. അപ്പോൾ ആ പാരമ്പര്യം ഞാൻ ബാംഗ്ലൂരിൽ പോയി. അപ്പോൾ അവിടുത്തെ ഡോക്ടർ മഹാദേവൻ എന്നൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊരു ഓർഗനൈസേഷനുണ്ട്, ഒരു കൂട്ടുകെട്ടുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, അത് ചേർന്നാൽ നന്നായിരിക്കും. ചേരണം ചേരുമല്ലോ എന്ന് പറയാൻ പാടില്ല ഞങ്ങളുടെ ഇടയിൽ. ഞാൻ ചേർന്നു. അപ്പോൾ കാരുണ്യം കൊണ്ട് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊന്ന് കുറച്ച് പഠിപ്പൊക്കെ വേണമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനൊരു ലേഖനം എഴുതി, അതിപ്പോൾ അദ്ദേഹത്തെ കൈ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്നെ ലോഡ്ജിൽ സംസാരിക്കാൻ സമ്മതിച്ചു. എന്നെ ഇത് ചേർത്തപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ പ്രസിഡൻ്റ് എന്ന് പറയുന്ന പോലെ ഇന്ത്യയിൽ റൈറ്റ് വേർഷിപ്പുൾ മോസ്റ്റ് വേർഷിപ്പുൾ ബ്രദർ സി ഭോഗിലാൽ ഷാ, അദ്ദേഹം തന്നെ കാര്യത്തിൽ ഇതിലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അങ്ങനെ ഒരു ഉത്സാഹം, ഒരു താല്പര്യം കാണിക്കുന്നു, ഗ്രാൻഡ് ലോഡ്ജ്, പുത്തനായിട്ടൊരു ലോഡ്ജ് തുടങ്ങാം ബാംഗ്ലൂരിൽ അങ്ങേരെ പേരിൽ. ഞാൻ പറഞ്ഞത് വേണ്ട. എന്നാൽ ശ്രീ പത്മനാഭ എന്നാക്കാം, വേണ്ട. മാർത്താണ്ഡ എന്നാക്കാം, വേണ്ട. പിന്നെ എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു, തിരുനാൾ എന്ന് മാത്രം മതി. 27 തിരുനാളുണ്ടല്ലോ, 27 നക്ഷത്രം, അത് മതി. അതാണ് സ്വീകരിച്ചത്. അതിൽ ഒരു കൊല്ലത്തിലാണ് ഞാൻ അതിൻ്റെ മേധാവിത്വം കിട്ടി. വളരെ സന്തോഷമായിട്ടാണ് ഇത് ചേർന്നിരിക്കുന്നത്. പലർക്കും പല തെറ്റിദ്ധാരണകളും ഇതിനെപ്പറ്റി ഉണ്ട്. ആരും സ്വകാര്യമായിട്ടിരിക്കുകയാണ്, ആരും ഒന്നും അറിയിക്കില്ല, ഇത് ചേർന്നാലേ പോകാൻ പാടുള്ളൂ. എല്ലാം പരസ്യം ഒക്കില്ല, കുറേ രഹസ്യവും വേണം, എന്നാലേ പരസ്യത്തിന് വാല്യൂ ഉള്ളൂ. ഒരുപാട് അറിയാണ്ടും ആൾക്ക് മനസ്സിലാക്കാണ്ടും ഗുണം ചെയ്യാനായിട്ടാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലെ 4 ഡിസ്ട്രിക്ട്സ് ഉണ്ട്. അതിനെ നോക്കുകയാണെങ്കിൽ തെക്കിലാണ് ഏറ്റവും കൂടുതൽ ലോഡ്ജസ് ഉള്ളത്. എന്തുകൊണ്ട്? നമുക്ക് കൂടുതൽ അന്യനെപ്പറ്റി ഒരു സ്നേഹം, ഒരു ചിന്ത വന്നിട്ടുണ്ട്. പണ്ടും അതെ, ഇപ്പോഴും അതെ. പിന്നെ നമ്മളെന്താ പറയുന്നത്, ഒരു സഹോദരൻ എന്ന് പറഞ്ഞാൽ സഹ ഉദരൻ സഹോദരൻ. അപ്പോൾ ഒരേ അച്ഛനമ്മമാരിൽ വന്ന കുട്ടികളാണ് ജ്യേഷ്ഠനും അനിയനും. അപ്പോൾ ഞങ്ങളുടെ എന്താ പറയുന്നത്, ഒരു മേസൻ വേറൊരു മേസനെ കാണുമ്പോൾ ബ്രദറിനായിട്ട് കാണുന്നു, സഹോദരനായിട്ട് കാണുന്നു. അപ്പോൾ കുടുംബമാണ് കാണുന്നത്, വേറെ വേറെ ആളുകളല്ല. അതിനാണ് നമ്മൾ മലയാളത്തിൽ സംസ്കൃതത്തിൽ പറയുന്നത് വസുധൈവ കുടുംബകം. കുടുംബം, ലോകത്തിലെ നല്ല ആളിലൊക്കെ ആ കുടുംബത്തിൽപ്പെട്ടവരാണ് ഞാനും അതേന്ന്. വലിയ ഹൈ ഫിലോസഫിയുള്ള ഒരു ഏർപ്പാടാണ്. അതുകൊണ്ടാണ് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് അറിവുള്ളവരും തൃപ്തിയുള്ളവരും താല്പര്യമുള്ളവർ ചേരും. അത്രയേ ഉള്ളൂ. രാജകുടുംബാംഗം എന്ന നിലയിൽ, ഇളയരാജാവ് എന്ന രീതിയിൽ വലിയ ഒരു തലത്തിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു മേസൺ എന്നുള്ള അംഗത്വം എടുത്തുകൊണ്ട് വളരെ സാധാരണ ഒരു പ്രധാന ധർമ്മ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന ആ ഒരു അനുഭവം, പ്രത്യേകിച്ച് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ള, ഇത് ആളുകളെ കൂടുതൽ രമിപ്പിക്കാനും കൂടുതൽ അടുത്ത് വരാനും ഇത് ചേർന്നുകൊണ്ട് എനിക്ക് സാധിച്ചു. ഞാൻ അവിടുത്തെക്കാരനല്ല, ഞാൻ കർണാടകം സംസാരിക്കാൻ എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ ആളുകൾക്ക് ഇതുമാതിരിയുള്ള ബന്ധം കണ്ടപ്പോൾ കൂടുതൽ അവർക്കൊരു തൃപ്തി, ഒരു പ്രീതി വന്നു. അതാണ് സന്തോഷം. ഈ ലോഡ്ജ് എന്ന പേരുകളൊക്കെ നമുക്ക് അത്ര ഇവിടെ ഉള്ളവർക്ക് പരിചിതമല്ല. അതെ, ഇപ്പോൾ ഹിസ്റ്ററി വൈസ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മളിപ്പോഴത്തെ കൺസ്ട്രക്ഷൻ സൈറ്റ് എടുത്താലും ഒരു കൺസ്ട്രക്ഷൻ നടക്കുകയാണെങ്കിൽ ആൾ അതിൻ്റെ സൈഡിലൊരു ടെൻറ്റ് വെച്ചിട്ട് അവിടെ താമസിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അന്നത്തെ കാലത്തും ഞങ്ങളുടെ ഒറിജിൻ സ്റ്റോൺ മേസണറിയും തന്നെയാണ്, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ. ഇപ്പോൾ യൂറോപ്പിൽ ഈ കത്തീഡ്രൽസും കാസിൽസും ഒക്കെ പണിയത കാലത്ത് തന്നെ ഇങ്ങനെ മൈഗ്രേറ്ററി മേസൺസ് ഉണ്ടായിരുന്നു. അപ്പം അവർ ഒരു സ്ഥലത്ത് വന്ന് താമസിക്കും,
അവിടെ ആ കൺസ്ട്രക്ഷനോ കത്തീഡ്രലോ കാസിലോ പാലസോ പണി ചെയ്യുന്നവർ അവിടെ തന്നെ കാണും. അപ്പോൾ നാച്ചുറലി ആ സ്ഥലം അങ്ങനെ ഒരു ലോഡ്ജിങ് അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ അവർ ഈ മൈഗ്രേറ്ററി ആയിട്ട് പല സ്ഥലങ്ങളിൽ പോയി പണിയെടുക്കുന്നുണ്ട്. അവർക്ക് ഹൈനസ് നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് നല്ല ഫിലോസഫിയും ഗുഡ് പ്രിൻസിപ്പിൾ ഇതെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ അവർക്ക് പഠിപ്പിച്ചിരുന്നു. എന്ന് വെച്ചാൽ ഒരു നാട്ടിൽ പോയി ജീവിക്കുമ്പോൾ ആ നാട്ടിലെ റൂൾസിന് ഒബേ ചെയ്യണം, ആ നാട്ടിലെ ഹെഡിനെ റെസ്പെക്ട് ചെയ്യണം. എന്ന് വെച്ചാൽ അവർ പല നാട്ടിൽ നിന്ന് വരുന്നവരായിരിക്കും. അപ്പോൾ അവിടുത്തെ ലോസിനെ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ നല്ലൊരു ലോ അബൈഡിങ് സിറ്റിസൺ ആയിരിക്കണം എന്നുള്ള ഒരു ഗുഡ് ഐഡിയൽസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഇമ്പോർട്ടൻസ് ഫസ്റ്റ് പറയുന്നത് നമ്മുടെ ബ്രദർഹുഡിലാണ്. ഒരു ബ്രദർഹുഡ് വച്ച് അവർ ഈ എല്ലാ മേസൺസും പണിയെടുക്കുമ്പോൾ അവർ തമ്മിൽ തന്നെ ഒരു ബ്രദർഹുഡ് ഇല്ലെങ്കിൽ ഒരു കാര്യങ്ങളും അവർക്ക് കെട്ടിപ്പൊക്കാനും ഒക്കത്തില്ല. എന്നാൽ വന്നിട്ട് വളരെ അത്യാവശ്യമുള്ള കാര്യം ദൈവത്തിൽ വിശ്വാസമാണ്. അപ്പോൾ ഞങ്ങളുടെ മെയിൻ ഇത് പറയുന്നത് ഫാദർഹുഡ് ഓഫ് ഗോഡ് ആൻഡ് ബ്രദർഹുഡ് ഓഫ് മാൻ എന്നാണ് ഞങ്ങളുടെ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദൈവവിശ്വാസിയായിരിക്കണം, നമുക്ക് മനുഷ്യ സ്നേഹമുള്ള ഒരാൾ അന്ന് അവർ റിക്രൂട്ട് ചെയ്തിരുന്നു. ഇങ്ങനത്തെ നല്ല ആൾക്കാരാണ് ഈ പണിക്ക് വന്നുകൊണ്ടിരുന്നത് അന്ന സമയത്ത്. പിന്നെ ഒരു കാലത്ത് ഈ സ്റ്റോൺ മേസൺസ് ഇല്ലാതായി. പിന്നെ പറഞ്ഞ പോലെ സമൂഹത്തിൽ നിന്ന് ഈ നല്ല പ്രിൻസിപ്പിൾസിനെ ബിലീവ് ചെയ്യുന്നവരും ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്ന നല്ല ആൾക്കാരെ നമുക്ക് സമൂഹത്തിൽ നിന്ന് ഇതുപോലെ റൂളേഴ്സും മഹാരാജാക്കന്മാരും അതിൽ മെമ്പേഴ്സ് ആയതിനു ശേഷം ഇത് ഇപ്പം മനുഷ്യരെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ക്യാരക്ടറിനെ റിഫോം ചെയ്യുന്നു. ബിൽഡിംഗ് ന്യൂ ക്യാരക്ടേഴ്സ്, ബെറ്റർ ക്യാരക്ടറാണ് ഇൻ എ പേഴ്സൺ ആണ് നമ്മുടെ ഇപ്പോഴത്തെ ബിലീഫ്. വേറെ മെമ്പർഷിപ്പിൽ വേറെ ഒന്നുമില്ല. ക്രിസ്ത്യാനിറ്റിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങി ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ജൂയിഷ് സ്റ്റോറീസ് ഇതിലുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു നമ്മൾ പറഞ്ഞ പോലെ പല കഥകൾ പറഞ്ഞുണ്ടാക്കിയല്ലേ ഒരു നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒക്കൂ. ഒരു നാടകം അപ്പോൾ രാമായണം വായിച്ചാൽ ശ്രീരാമൻ്റെ കഥ വായിക്കുമ്പോൾ ഒരു ഉത്തമ പുരുഷനെ പറ്റിയാണ് രാമായണം എന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹത്തിന് കുടുംബം എന്നതായിരുന്നു. രാമവംശം എന്ന് പറയുന്നില്ലല്ലോ, രഘുവംശം എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ തന്നെ ഇത് വലുതാക്കേണ്ട ആവശ്യമില്ല, ആളുടെ കണ്ടുപിടിച്ച് ചെയ്തോണം. അപ്പോൾ നമ്മളിങ്ങനെ പരസ്യപ്പെടുത്തി ഇങ്ങനെ പോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ഈജിപ്തിൽ ജൂതന്മാർ താമസിച്ചുകൊണ്ടിരുന്നു. അവരെ വെറും അടിമകളെ പോലെ ജോലി ചെയ്യിച്ച് ഈ പിരമിഡ്സൊക്കെ കെട്ടാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവർ ഇതിൽ മാറിയാലേ രക്ഷയുള്ളൂ എന്ന് വെച്ചാൽ പാലസ്റ്റൈനിലേക്ക് വരാൻ നിശ്ചയിച്ചു. അപ്പോൾ അവിടുന്ന് പുറപ്പെട്ടു. അപ്പോൾ അങ്ങനെ പുറപ്പെട്ട് പോയപ്പോൾ ജോലിക്ക് ആളില്ലാന്ന് പറഞ്ഞപ്പോൾ അവർ തിരിച്ച് പിടിച്ചു കൊണ്ടുവരാനായിട്ട് അവർ ഏർപ്പാട് ചെയ്യും. അപ്പോൾ അതിന് സുരക്ഷയ്ക്ക് വേണ്ടി ചില ഏർപ്പാടുകൾ ചെയ്തു. കണ്ടാൽ മനസ്സിലാക്കാനും ചിഹ്നം കൊണ്ടും മുദ്ര കൊണ്ടും ശരിയാക്കി. അങ്ങനെയാണ് ഇത് ഒന്നായിട്ട് വന്നത്. ലോഡ്ജ് എന്ന് വെച്ചാൽ ഒരു ഗ്രഹം, താൽക്കാലികമായൊരു ഗ്രഹം. അതിലെ ഹോട്ടലിലും ലോഡ്ജുമായിട്ട് വ്യത്യാസം. അപ്പം അതേ ഉള്ളൂ. പക്ഷെ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അത് സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇതിനകത്ത്, മഹാരാജാക്കന്മാരൊക്കെ ഇതിനകത്ത് അതിൻ്റെ തത്വങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നല്ല തത്വങ്ങളാണ്. അത് ഈസ്റ്റേൺ തത്വങ്ങളാണ്, ഇന്ത്യൻ തത്വങ്ങളാണ്, ഒരു സംശയവുമില്ല. എനിക്കത് തുറന്നും ചിലത് പറയാൻ പാടില്ലല്ലോ. അതിൽ നമ്മളുടെ ചിന്ത, നമ്മളുടെ തത്വജ്ഞാനം, നമ്മളുടെ ശാസ്ത്രങ്ങളാണ് ഇനി ഇതുമായിട്ട് ബന്ധമുള്ളത് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എനിക്ക് പറയാനൊക്കെ നിങ്ങളൊക്കെ പറയാൻ പാടില്ല, അവിടെയും പറയുന്നില്ല. പക്ഷേ എല്ലാം ആൽഫബറ്റ്സിൻ്റെ ഇതുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ വളരെ മനസ്സിലാക്കേണ്ടത് ആളുകൾക്ക് ഒരുമിച്ച് വന്നിട്ട് എല്ലാവർക്കും ഒരു മാനസികമായിട്ടും ആത്മീകമായിട്ടും മുന്നോട്ട് പോകണം. ഞങ്ങളുടെ ഈ ലോഡ്ജ് എന്ന് പറഞ്ഞാൽ ആദ്യം കാണുന്നത് മേപ്പോട്ട് നോക്കണം. ഈ വിളക്കിൻ്റെ വലിപ്പത്തിൽ ഏതെങ്കിലും ഒരു സാധനം കൊണ്ട് ഒരു ജി എന്നെഴുതി വച്ചിരിക്കും. അത് ഈശ്വരൻ്റെ ചിഹ്നമാണ്. ഏത് രീതിയിൽ വിളിച്ചാലും ഏത് രീതിയിൽ കണ്ടാലും ഒന്നാണ്. അതാണല്ലോ നമ്മുടെ സംസ്കൃതത്തിൽ പറയുന്നത്, ആകാശപതിതം തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. എനിക്ക് കേശവൻ ഇഷ്ടമാണെങ്കിൽ എല്ലാം കേശവനാണ് ഈശ്വരൻ, എല്ലാം കാണുന്ന കേശവനാണ്. ദേവിയാണെങ്കിൽ ദേവിയാവും, പത്മനാഭനാണെങ്കിൽ പത്മനാഭനാവും. അതാണ് ലോഡ്ജിൽ വരുമ്പോൾ ഈശ്വരൻ്റെ സാന്നിധ്യത്തിൽ, ഈശ്വരൻ്റെ അനുഗ്രഹത്തിൽ ആണ് ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ. അതുകൊണ്ടാണ് സ്വാർത്ഥം വരിക. അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കാൻ നോക്കുക ഒരിക്കലും ഉണ്ടാവില്ല.
വളരെ ആക്റ്റീവായൊരു തിരുവനന്തപുരത്തെ ഈ മേസണറി പ്രസ്ഥാനം വളരെ ആക്റ്റീവാണെന്ന് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ നടത്തിയ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ചുണ്ട്. തിരുവനന്തപുരത്ത് വളരെ ആക്റ്റീവാണെന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെ ഞാൻ തന്നെയാണ്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരാൾ ഈ സദേൺ ഇന്ത്യ നേരത്തെ ഒരാളുണ്ടായിരുന്നു, ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അത് കുറേ കാലങ്ങൾക്ക് മുമ്പ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് കിട്ടിയ അവസരം തന്നെ ഇവിടുത്തെ ലോഡ്ജ് ആക്റ്റീവ്, ഇവിടെ എല്ലാവരും ലോഡ്ജ് ആക്ടിവിറ്റി നിന്നാണ് തുടങ്ങി നമ്മൾ മുകളിലോട്ട് വരുന്നത്. ഇത് ശരിക്കും ഒരു ഹൈറാർക്കിയിൽ വരുന്ന ഒരു പൊസിഷനാണ്. ചെറിയ ഈ ആ കാലത്ത് നമ്മൾ പണിയെടുക്കുമ്പോൾ പണി പഠിക്കാനായിട്ട് അപ്രൻറ്റിസ് ആയിട്ട് വരും. അത് കഴിഞ്ഞ് വലുതായി ഹെഡ് മേസ്ത്രി എന്ന് പറയുന്ന പോലെ ഒരു മാസ്റ്റർ ആവും. അതുപോലത്തെ ഈ അവസരങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ ലോഡ്ജസ് വേണം. ട്രിവാൻഡ്രത്ത് ഹൈനസ് പറഞ്ഞ പോലെ 100 കൊല്ലം മുമ്പ് മിഞ്ചിൻ എന്ന് പറയും. മിഞ്ചിൻ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു എഞ്ചിനീയറാണ്. നമുക്കറിയാം, പേച്ചിപ്പാറയും പല സ്ഥലവും ബിൽഡ് ചെയ്ത് അങ്ങനെ ഒരു ഫേമസ് എഞ്ചിനീയർ. ഇപ്പം നമുക്ക് ട്രിവാൻഡ്രത്ത് മിഞ്ചിൻ റോഡ് തന്നെ ഉണ്ട്, അറിയാം, അങ്ങനെ പേരിൽ. അപ്പം ആ ഒരു ലോഡ്ജ് വന്ന് ഇവിടെ സ്ഥാപിച്ചു. അവർ ഈ മേസണറി ഒരു വിധത്തിൽ അവരുടെ ലെവലിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ 5 ലോഡ്ജസ് ഉണ്ട് ശരിക്കും ട്രിവാൻഡ്രത്ത്. അവർ തന്നെ പല പ്രവർത്തനങ്ങളാണ്. പക്ഷേ ഞങ്ങൾ ഈ പബ്ലിസിറ്റിയോടെ പല കാര്യങ്ങൾ ചെയ്യാറില്ല. എന്ന് പറഞ്ഞ പോലെ മറ്റ് സോഷ്യൽ ക്ലബ്സോ അല്ല ഇന്നൊരു പ്രോഗ്രാം ചെയ്തിട്ട് അടുത്ത ദിവസം പേപ്പറിൽ കൊടുക്കുക, അങ്ങനെയില്ല. പക്ഷേ ഒരുപാട് എഡ്യൂക്കേഷൻ സൈഡിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല സ്കൂൾസിൽ തന്നെ ചിൽഡ്രനെ പഠിപ്പിക്കുന്ന, കോളേജസിൽ മെഡിക്കൽ സ്റ്റുഡൻസ്, ഇങ്ങനെ ഈസി വേ ആർക്ക് ഹെൽപ്പ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഐനസിൻ്റെ സപ്പോർട്ട് കൊണ്ട് തന്നെ ഞങ്ങൾ പല ചാരിറ്റി പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ മീറ്റിംഗ് പ്ലേസ് തന്നെ ഇപ്പം ഐനസ് തന്നെ ഒരു സഹായിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾ ഇപ്പം പൂജപ്പുരയിലാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ മിഞ്ചിനിരിക്കുന്ന വഴുതക്കാടിലാണ്. അത് എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമായിരുന്നു, ശ്രീമൂലം ക്ലബിൻ്റെ. ഇപ്പം ഞങ്ങളുടെ ഈ ഗ്രാൻഡ് ലോഡ്ജ് ഓഫ് ഇന്ത്യ ഒരു മീറ്റിംഗ് സ്ഥലമുണ്ട്, അത് മോഡേൺ മുകളിലാണ്. അവിടെ ഞങ്ങളുടെ ഇപ്പോൾ ഈ എല്ലാ ലോഡ്ജസ് അവിടെ മീറ്റ് ചെയ്യും. പക്ഷെ ബേസിക്കലി ഞങ്ങൾ ചാരിറ്റി ഓറിയൻറ്റഡ് ആണെങ്കിലും ഈ മെമ്പേഴ്സ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ ജോയിൻ ചെയ്യിപ്പിക്കുക, അവരിൽ ഈ ഫിലോസഫി ഓഫ് മേസണറി അതിൻ്റെ ഗുഡ് ഐഡിയൽസ് അവരിൽ ഇൻകൾക്കേറ്റ് ചെയ്യുക. അപ്പം ആ ഡെവലപ്മെൻറ്റ് അത് പറഞ്ഞ പോലെ നമ്മൾ നാട്ടിലൊരു എല്ലാവരും നന്നാക്കാൻ ഒക്കില്ലെങ്കിലും ഒരു സമൂഹത്തിലൊരു ചെറിയ പോർഷൻ നല്ല മനസ്സോടെ ഈ ബ്രദർഹുഡ് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് സമൂഹത്തിൽ തന്നെ കാണാം. നമ്മുടെ വീട്ടിൽ നമ്മൾ സന്തോഷമായിട്ടിരുന്ന പറഞ്ഞ പോലെ നമ്മുടെ നെയ്ബർഹുഡ് അതുപോലെ അങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഞങ്ങളുടെ ഈ ഇത് പ്രൊസീഡ്. പല ഓർഗനൈസേഷനുകളും ഫണ്ടുകൾക്ക് വേണ്ടി മാത്രം രൂപീകരിക്കുന്ന ഒരു കാലഘട്ടമാണത്, വരെ പലതും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ. പക്ഷേ ഈ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള അംഗങ്ങൾ അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഇതിനായിട്ട് നീക്കി വെച്ച് പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിൽ വളരെയധികം വലിയൊരു പ്രസ്ഥാനത്തോട് തന്നെ ഒരു ആദരവ് തോന്നുന്നൊരു നിമിഷമാണ്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ എല്ലാവരിലും എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംശയമാണ്. കാരണം ഇപ്പോഴും പ്രസ്ഥാനത്തെക്കുറിച്ച് ആളുകൾക്ക് വളരെ കുറച്ച് ആളുകൾ അതിൽ ഞങ്ങൾക്ക് അതിൽ ധൈര്യമായിട്ട് പറയാനുള്ള ഇതുപോലെ വലിയ തിരുമനസ് ഇങ്ങനത്തെ നല്ല ആൾക്കാർ സ്വാമി വിവേകാനന്ദൊക്കെ ഇരിക്കുന്ന പ്രസ്ഥാനത്ത് നമുക്കൊരു മെമ്പർഷിപ്പ് നമ്മൾ ഇരിക്കുന്നത് തന്നെ വലിയ ഞങ്ങൾ ഭാഗ്യമായിട്ട് വിചാരിക്കുന്ന ഒരു സമയത്ത് പല ആൾക്കാർക്ക് ഇത് പറഞ്ഞ പോലെ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആയിട്ടാണ് ഞങ്ങൾ ഓപ്പൺ മീറ്റിംഗ് ആയിട്ട് നടത്താറില്ല. എന്ന് വെച്ചാൽ ഞങ്ങളുടെ മീറ്റിംഗ് ഒരു ക്ലോസ്ഡ് മീറ്റിംഗ് ആണ്. അപ്പോൾ അതിന് വെളിയിൽ നിൽക്കുന്നവർക്ക് അകത്ത് എന്ത് നടക്കുന്നത് അറിയാതെ പലരും പറഞ്ഞുണ്ടാക്കുന്ന പല അപവാദങ്ങളുണ്ടെങ്കിലും ഞങ്ങളെ കൊണ്ട് നല്ല കാര്യങ്ങളെ നാട്ടിൽ നടന്നിട്ടുള്ളൂ എന്നുള്ളതിന് ഞങ്ങൾക്ക് ഒരുപാട് തെളിവുകളുണ്ട്. അത് തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരൊക്കെ നമ്മളെ ഇപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഐനസൊക്കെ ഇപ്പോഴും ഞങ്ങൾക്ക് ഇത്രയോ സപ്പോർട്ട് ചെയ്ത് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വളരെ രഹസ്യമായിട്ട് അങ്ങനെ എന്താ അതിൻ്റെ ഒരു പാരമ്പര്യമാണോ? അത് വളരെ ഒരു റൂമിനകത്ത് മറ്റുള്ളവർക്ക് അതിനകത്ത് പ്രവേശനം നൽകാത്ത രീതിയിലുള്ള ഒരു മീറ്റിങ്ങുകളൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഞാൻ രാവിലെ എണീക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു. പണ്ടെല്ലാവരും കുളത്തിൽ പോയി കുളിച്ചുകൊണ്ടിരുന്നു. ഇപ്പം എന്താ സ്വന്തം മുറിയിൽ കുളിക്കുന്നത്? അത് രഹസ്യമാണ്, മറ്റേത് പരസ്യമാണ്. കുളി ഒന്നും തന്നെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ കുളി നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ അതിനർത്ഥം ഉത്തരവില്ല. അപ്പോൾ ഇത് ഒരുപാട് പേര് ഒരു കാര്യം നിർത്തിയാൽ ചിലപ്പോൾ പ്രയാസം വരും. ഇപ്പോൾ ഈ മുറിക്കകത്ത് 2 സോഫയും ഒരാളുടെ കസേരയും ഉണ്ട്. ഞാൻ പറയുകയാണ്, 2 പേരൊക്കെ ആരാണ് ഇതുകൊണ്ട് വെളിയിലാക്കുന്നത് ആദ്യം അയാൾക്കൊരു സമ്മാനം കൊടുക്കാം. അപ്പോൾ ഈ സോഫ എടുത്ത്
ഇങ്ങനെ കൊണ്ടുപോയാൽ വെളിയിൽ പോകാനൊക്കുമോ? ഈ കഥ തട്ടും, പിന്നെ തിരിക്കണം, നേരെ പോകാനൊക്കും. അപ്പോൾ ലീഡർഷിപ്പ് വേണം, ലീഡർഷിപ്പ് ഉചിതമായിട്ട് വേണം. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഇടയിൽ ഉചിതമായ ഒരാളാണ് ആധിപത്യം കിട്ടുന്നത്, ഉചിതമായിട്ട് മേപ്പോട്ട് അങ്ങനെ പോകുന്നത്. അപ്പോൾ അതിന് ഒരു ഇലക്ഷൻ നടക്കുന്നു, പരസ്യമായിട്ട് നടക്കുന്നുണ്ടല്ലോ തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പ് പെട്ടിയിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും കാണേണ്ട ആവശ്യമുള്ളല്ലോ. അതിനെ ടാബുലേറ്റ് ചെയ്ത് പറയുകയുള്ളൂ, ഇല്ലാതെ ജയിച്ചു പോകുന്നത്. അല്ലാണ്ട് കൊട്ടിക്കൊട്ടിക്കില്ലല്ലോ. ഞാൻ വോട്ട് ചെയ്തു, ഞാൻ വോട്ട് ചെയ്തു പറയൂലല്ലോ. വെളിയിൽ പറയും ഇത്ര വോട്ട് കിട്ടിയെന്ന്, ആരത്ര കിട്ടുമെന്ന് പറയുന്നില്ലല്ലോ. അതേ ഉള്ളൂ. ഞങ്ങൾ കളക്ട് ചെയ്യുന്ന പണം അന്യൻ്റെ പോക്കറ്റിൽ പോകുന്നേ ഉള്ളൂ, ഞങ്ങളുടെ പോക്കറ്റിലല്ല. പ്രസ്ഥാനത്ത് കണ്ട വലിയൊരു പ്രത്യേകത ഈ വേഷവിധാനം തന്നെ നമുക്ക് വളരെയധികം കൗതുകം തോന്നുന്നുണ്ട് സത്യത്തിൽ. അതുമാത്രമല്ല, ഇതിനകത്ത് തമ്പുരാൻ്റെ ഇതിന് വ്യത്യാസമുണ്ട്. അതിൻ്റെ ലീഡ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന നിലയിലുള്ള ഇതിന് വേഷവിധാനങ്ങൾക്ക് വ്യത്യാസമുണ്ട്. എന്താ അതിനെക്കുറിച്ചൊന്ന്? ഹൈനസ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഹൈറാർക്കി അനുസരിച്ച് ഇപ്പം തമ്പുരാൻ ശരിക്കും പറഞ്ഞാൽ ഗ്രാൻഡ് ലോഡ്ജിൽ എന്നെയും കാട്ടും ഹയർ റാങ്ക് ഹോൾഡറാണ്. വളരെ ഇപ്പം നിയർലി 50 years ആകുമ്പോൾ ഇപ്പം 2015 ഹീൽ കംപ്ലീറ്റ് 50 years ഇൻ ദി ഓർഗനൈസേഷൻ. 50 കൊല്ലം ഒരു ഓർഗനൈസേഷനിൽ മെമ്പറായിരിക്കണമെന്ന് പറയുന്നത് തന്നെ അതിശയം. നമ്മൾ അത് ആലോചിച്ച് ഞാൻ ഇപ്പം ഒരുവിധം ആൾക്കാർ പല ഓർഗനൈസേഷൻ ചേർന്നിട്ട് കൂടിപ്പോയാൽ 10-20 കൊല്ലം ഇരിക്കും. ഈ ഒരു ഓർഗനൈസേഷൻ ഞങ്ങൾക്ക് അതിൽ വലിയ മതിപ്പുള്ളതാണ്. ഇതുപോലെ വളരെ സീനിയേഴ്സ്, ഇപ്പം വളരെ ഹൈക്കോടതി ജഡ്ജസും ഒക്കെ 60 കൊല്ലം മെമ്പർഷിപ്പ് ഉള്ളവരും ഇങ്ങനെ എന്ന് വെച്ചാൽ ഇതിൽ വന്ന് ചേരുന്നവർ ഇത് വിട്ടു പോകാറില്ല എന്ന് വെച്ചാൽ ഇതിനെ. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഇത് പറയുന്നത് ഇത് നമ്മുടെ ഷേക്സ്പിയർ എന്താ പറഞ്ഞത്, ക്ലോത്ത്സ് മേക്കത്ത് ദി മാൻ. അപ്പോൾ ഒരു ആകർഷിക്കണം, അട്രാക്ഷൻ എന്തിന് എന്നാലേ ആദ്യം വരൂ, പിന്നെ അതിലങ്ങ് ആവും. നമുക്ക് തത്വജ്ഞാനം അമർത്തി പോകണ്ട, വിഗ്രഹം വേണ്ട. ഫിഗ്ദ് എന്ന അർത്ഥം അറിവിന് ഉള്ള ഒരു ഉപാധിയാണ് വിഗ്രഹം, അതാണ്. അപ്പോൾ എനിക്കിഷ്ടം വെള്ളയായിരിക്കും, അന്യനിഷ്ടം ചുവപ്പായിരിക്കും, പക്ഷെ രണ്ട് ഉടുപ്പാണല്ലോ. ഈശ്വരന് ഏത് രൂപത്തിലും ആവാം. അതുപോലെ ഇതിട്ടാലേ ആളുകൾക്കൊരു കാരണം എന്താ പല നിറങ്ങളിടുന്നത്, എല്ലാം ഒരേ നിറം പോരല്ലോ. അതിൽ ഡിസൈൻ മാറ്റുന്നുണ്ട്, പല വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്. ഇപ്പോൾ ബ്രിട്ടീഷ് എംപയറിൽ 2 പേർക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. രാജ്ഞിയും രാജാവും ഇംഗ്ലണ്ടിൽ പോകുന്ന വണ്ടിക്ക് നമ്പറില്ല, അവിടുത്തെ കിരീടം മാത്രമേ വയ്ക്കൂ. അങ്ങനെയുള്ള കാലത്ത് ഞങ്ങൾക്ക് മാത്രമേ ബ്രിട്ടീഷ് എംപയറിൽ സംഭവിച്ചിട്ടുള്ളൂ നമ്പർ വയ്ക്കേണ്ട, ശംഖുമുദ്ര വെച്ചാൽ മതി. എന്തുകൊണ്ട്? ഞങ്ങളെ പിടിച്ചു, ഞങ്ങൾ വേറെ കൂടുതലായിട്ടൊന്നും ചെയ്തില്ലല്ലോ. പക്ഷേ എന്തുകൊണ്ട് നമ്മളെപ്പറ്റി ഒരു വ്യത്യാസമായ ഒരു അഭിപ്രായം വന്നു? 600 നാട്ടുരാജ്യങ്ങളിൽ തിരുവിതാംകൂറിനെ മാത്രം സാഹിബ് തോപ്പിച്ച് പിടിച്ചതല്ല, സൗഹാർദ്ദമായിട്ടുള്ള ബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വേറൊരു അത്ഭുതമായ കാര്യം, എല്ലാവർക്കും ദേശഗാനമുണ്ട്. നമുക്ക് ജനഗണമന ഉണ്ട്, ഞങ്ങൾക്കുമുണ്ട് വഞ്ചിഭൂമി. ഇപ്പോൾ നമുക്ക് മറന്നു. ഇപ്പോൾ സാഹിബിന് ഗോഡ് സേവ് ദി കിങ് ഉണ്ട്. സാഹിബ് ഇവിടെ വന്നിട്ട് അതേ രാഗത്തിൽ ഗോഡ് സേവ് ദി മഹാരാജ ഞങ്ങൾക്കൊരു പാട്ടുണ്ടാക്കി തന്നു. അതുപോലെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു സാഹിബിനെ ഏഷ്യയിൽ യുദ്ധത്തിൽ കടൽ യുദ്ധത്തിൽ തോപ്പിച്ചിട്ടുള്ള, അതാണ് കൊളച്ചൽ. എൻ്റെ സൂപ്പാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഓരോ ഇതിലും ഓരോ വ്യത്യാസങ്ങൾ കാണും. അപ്പോൾ എല്ലാം ഇങ്ങനെ തുറന്ന് പറഞ്ഞാൽ പിന്നെ ആർക്കും ഒരു വിലയില്ലാണ്ടായി പോകും. എന്തെങ്കിലും കുറച്ചൊരു അതിനെ കാണണമെന്ന് തോന്നണം. എല്ലാം പറഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലാണ്ടായി പോകും. സത്യത്തിൽ ആരും അത്ര തിരിച്ചറിയാത്തൊരു പ്രസ്ഥാനമായിരുന്നു ഫ്രീമേസണറി. പക്ഷേ ഈ ഒരു സംസാരവും സംവാദവും ഒക്കെ അത് മനസ്സിലാക്കാൻ കൂടുതൽ, പ്രത്യേകിച്ച് തിരുമനസിൻ്റെ ആ ഒരു സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇത് സഹായിച്ചു എന്ന് നിസ്സംശയം പറയാം. തീർച്ചയായിട്ടും നന്ദി എല്ലാ അർത്ഥത്തിലും പറയുന്നു. അദ്ദേഹത്തിൻ്റെയൊക്കെയാണ് പറയേണ്ടത്, എൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഹൈനസ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സമയം തന്നതും, ഞങ്ങൾക്ക് 24-ാം തീയതി യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഡേ എന്നുള്ളൊരു ഹൈനസ് ഞങ്ങൾക്ക് കീനോട്ട് അഡ്രസ്സ് തരുന്നുണ്ട്. യൂണിവേഴ്സൽ ബ്രദർഹുഡ് ലോകം മുഴുക്കുകയും ഫ്രീമേസൺസ് ആ ദിവസം അവരുടെ ഒരു ഡേ ആയിട്ട് ആദരിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിങ്ങനെ ഒരു അവസരം ഹൈനസുമായിട്ട് കിട്ടുകയും ചെയ്യാനും, ഞങ്ങൾ അന്ന് ഹൈനസ് ശരിക്കും ഇവിടെ ട്രിവാൻഡ്രത്ത് വഴുതക്കാടി വെച്ച് തന്നെ അതിൻ്റെ കീനോട്ട് അഡ്രസ്സ് സംസാരിക്കുന്നതായിരിക്കും.
അപ്പോൾ ഈ അവസരം തന്ന അദ്ദേഹത്തിനാണ് നമുക്ക് എല്ലാവർക്കും ശരിക്കും നന്ദി പറയേണ്ടത്. താങ്ക്സ്. ഏഷ്യാനെറ്റിനും ഞങ്ങൾക്ക് വളരെ നന്ദി. നന്ദിയും അതോടൊപ്പം എല്ലാവിധ ആശംസകളും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ.